ഇല്ല, എന്റെ ശാലിനി അത്രക്കാരിയല്ല. കുമ്പയം അവള് വെടിയാടാ. അവള് പാവാടാ. പാവാടാ. എടാ കൺമുമ്പിൽ കണ്ടാലെങ്കിലും വിശ്വസിക്ക് നീ. അത് അവളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലോ? ഫ്രണ്ടിന്റെ കൂടെ അല്ല ഓയോ റൂം ബുക്ക് ചെയ്യണത്. ഈ ഓയോ റൂം ഒക്കെ എടുക്കുന്നെല്ലാം മറ്റേ പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. എടാ പ്രായപൂർത്തിയായ ഒരു ആണും പെണ്ണും റൂം എടുക്കണമെങ്കിലേ അത് അതിന് വേണ്ടി തന്നെയാണ്. നിനക്ക് ഉറപ്പാണോ? ആ എനിക്ക് നല്ല ഉറപ്പാണ്. നീ വന്നു. ഞാൻ ഒരു കാര്യം പറയാം. പണ്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗായത്രി ഒരു ദിവസം ബീച്ച് കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. ഞാൻ അവളെ കൊണ്ട് കോവളം ബീച്ചിലേക്ക് പോയി. അവിടെ വെച്ച് അവൾക്ക് പെട്ടെന്നൊരു തലവേദന. അവള് തന്നെ ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് ഓയോ റൂം ബുക്ക് ചെയ്തു. എന്നിട്ട് ഞാനും അവളും കൂടെ ഹോട്ടലിലേക്ക് ചെന്നു. റിസപ്ഷൻ ID പ്രൂഫ് കൊടുത്തു. എന്നിട്ട് റൂമിലേക്ക് മെല്ലെ കയറി ഡോറ് പയ്യെ തുറന്നു. എന്നിട്ട് അവളൊന്ന് ഫ്രഷ് ആയിട്ട് വരാന്ന് പറഞ്ഞ് ബാത്റൂമിലേക്കും പോയി. എന്നിട്ട് അവളെ കുളി കഴിഞ്ഞ് മെല്ലെ എന്നിട്ടെന്താ അവളോട് അവിടെ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ റിസപ്ഷൻ പോയി വെയിറ്റ് ചെയ്ത്. അങ്ങനെ പിന്നെ അവൾ അവിടെ കിടക്കുമ്പോ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവൾ എന്ത് വിചാരിക്കും? തിരിച്ച് റൂമിലേക്ക് പോയില്ലേ? ഇല്ല, 5 മിനിറ്റ് കഴിഞ്ഞപ്പോ അവള് തിരിച്ചു വന്ന് ചോദിച്ചപ്പോ തലവേദന മാറിയെന്നാ പറഞ്ഞ. പക്ഷെ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. എന്താണോ എന്തോ. എന്നാലേ അത് കഴിഞ്ഞ അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നിന്നെ കുറിച്ചൊരു കാര്യം പറഞ്ഞു. എന്ത്? നല്ല മാന്യനും സൽസ്വഭാവമായിട്ടുള്ള ഒരു പയ്യനെ വേറെ കണ്ടിട്ടില്ലാതായിരിക്കും. അല്ല, എങ്ങനെ ഈ ഉണ്ണാക്കന്റെ കൂടെ ഇത്രയും കാലം റൂം ഷെയർ ചെയ്തെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. അന്ന് എനിക്കത് മനസ്സിലായില്ല. ഇപ്പോഴല്ലേ എനിക്ക് കാര്യം പിടികിട്ടിയത്. നീ പറഞ്ഞതാ ശരി. ശാലിനി വെറും പാവട. ശാലിനി പാവാട നിന്നെ മറന്നെന്നോ